നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട്ടെ വിഷപ്പുക ശ്വസിച്ച നിലയിൽ 50ഓളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതിയകോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കാണ് ആരോഗ്യ പ്രശ്നമുണ്ടായത്. മഞ്ചേശ്വരം സന്നഡ്കയിൽ കളിക്കുകയായിരുന്ന 2.5 വയസ്സുകാരന് മേൽ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ കുട്ടിക്ക് ഗുരുതരം. SI ഇൻസ്പെക്ടർ സ്ഥലമാറ്റത്തിന് പിന്നാലെ ജില്ലയിൽ DYSP അഡീഷണൽ SP തലത്തിലും സ്ഥാനമാറ്റം. P ബാലകൃഷ്ണൻ നായരാണ് പുതിയ കാസർഗോഡ് ജില്ലാ അഡീഷണൽ SP. കാസർഗോട്ടെ ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസം. ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടുമെന്ന് റെയിൽവേയുടെ ഉറപ്പ്. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ നടന വിസ്മയമൊരുക്കി കോട്ടിപ്പ നർത്തകർ. ഭുവനേശ്വർ നക്ഷത്ര കലാകേന്ദ്രയുടെ നേതൃത്വത്തിലായിരുന്നു നൃത്താവതരണം. ദേശീയപാത നിർമ്മാണം. വിദ്യാനഗർ മുതൽ 4 മൈൽ വരെയുള്ള റോഡരികിലെ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടറിയുന്നതിനായി ഉദ്യോഗസ്ഥ സംഘം നേരിട്ടെത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് വിഷപ്പുക ശ്വസിച്ച് അവശനിലയിലായ 50ഓളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതിയകോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ചികിത്സ തേടിയത്. സ്കൂളിന് സമീപത്തെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുമുള്ള പുക ശ്വസിച്ചാണ് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായത്. അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിലെ പുക ശ്വസിച്ച് സമീപത്തെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 50ഓളം വിദ്യാർത്ഥികൾക്കാണ് ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതയും അനുഭവപ്പെട്ടത്. രാവിലെ 11:30ഓടെയാണ് സംഭവം. അവശനിലയിലായ വിദ്യാർത്ഥിനികളെ ഉടൻ തന്നെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയുടെയും സ്കൂളിൻ്റെയും ഒരു മതിലാണ്, ഒരു മതിലിൻ്റെ അപ്പുറത്തപ്പുറത്താണ് 2 സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ ആശുപത്രിയുടെ ഉടമസ്ഥയിലുള്ള വലിയ 164 കിലോ വാട്ട് ഭാരമുള്ള വലിയ ജനറേറ്റർ ഈ ആശുപത്രിയുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള മതിലിൻ്റെ തൊട്ടടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. യാതൊരുവിധ എല്ലാ സുരക്ഷാ മാനദണ്ഡവും ലംഘിച്ചാണ് അത് അവിടെ സ്ഥിതി ചെയ്യുന്നത്. വലിയ രീതിയിൽ അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. സാധാരണഗതിയിൽ ആകാശത്തേക്ക് പടർത്തിവിടേണ്ട പൊല്യൂഷൻ ഉൾപ്പെടെ ഈ സ്കൂളിൻ്റെ അകത്തേക്ക് കയറി വരുന്ന രീതിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ജനറേറ്ററിൽ നിന്ന് ശ്വസിക്കുന്ന പുക ശ്വസിച്ചാണ് കുട്ടികളിൽ ഇത്തരത്തിൽ അസ്വസ്ഥതയുണ്ടായതും ഈ വളരെ മാരകമായ രീതിയിൽ അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലേക്ക് ഇത് ഉയർന്നു വന്നത്. ജനറേറ്ററിന് മുകളിലോട്ട് പുകക്കുഴൽ ഇല്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഒന്നും അപകടകരമായ അവസ്ഥയല്ല എന്ന് പറഞ്ഞു. കുട്ടികൾ കുറച്ച് പേര് പാനിക്കായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഈ ഒരാൾ തലകറങ്ങി വീഴുമ്പോൾ ബാക്കി എല്ലാവരും പെട്ടെന്ന് ഒരു പാനിക്കാവുള്ളൂ, കുട്ടികളല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ സാറ് സൂപ്രണ്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ചിലർക്ക് ശ്വാസം മുട്ടൽ നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഒരു ഇതെല്ലാം പാനിക്കാവ് ഇതെല്ലാം കൂടി ആയപ്പം ഒരു ചെറിയ ശ്വാസം മുട്ടലുണ്ട്. ഒരു കുറച്ച് പേര് ജില്ലാ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 10 ഒന്നുമല്ല. അപ്പോൾ അവരും അന്വേഷിക്കുന്നുണ്ട്, എന്താണ് സംഭവം എന്ന് അവരും ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് കൊടുക്കാം. ആശുപത്രിയുടെ മതിലിനോട് ചേർന്ന് തന്നെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. നെഞ്ചരിച്ചിലും തലകറക്കവും തലവേദനയും ശ്വാസം മുട്ടലും അനുഭവപ്പെടുകയായിരുന്നുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത വ്യക്തമാക്കി. ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. അവരെ തൊട്ടടുത്തുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. കാരണം അന്വേഷിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ പറയപ്പെട്ടിട്ടുള്ളത് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചപ്പോഴുണ്ടായിട്ടുള്ള പുക ക്ലാസ് റൂമിലേക്ക് വന്നതാണ് എന്നാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അതേസമയം സ്ഥലത്തെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്താനും കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സബ് കളക്ടറോടാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുഴുവൻ കുട്ടികളെയും ഡിസ്ചാർജ് ചെയ്തു. നേരത്തെയും സമാന സംഭവം ഉണ്ടായതായാണ് ലഭിക്കുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം സന്നഡ്കയിൽ കളിക്കുകയായിരുന്ന 2.5 വയസ്സുകാരന് മേൽ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഞ്ചേശ്വരത്ത് കളിക്കുകയായിരുന്ന 2.5 വയസ്സുകാരന് മേൽ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് ഗുരുതരമായി പരിക്കേറ്റു. കുഞ്ചത്തൂർ സന്നഡ്കയിൽ താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശി മുഹമ്മദ് അമീന്റെ മകൻ ഷെർഷാദ് ഷായിക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കളിക്കുകയായിരുന്ന കുട്ടിയുടെ മേൽ അയൽവാസിയായ ഖാദറിന്റെ വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരും വാർഡംഗം മുസ്തഫയുടെയും സഹായത്തോടെ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ മംഗളൂരുവിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ മഴ പെയ്തതാണ് മതിലിടിഞ്ഞു വീഴുവാൻ കാരണമായത്. ഈ കാലവർഷത്തിൽ ഇത്തരത്തിലുള്ള നിരവധി അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. SI ഇൻസ്പെക്ടർ സ്ഥലം മാറ്റത്തിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിലെ ഡിവൈഎസ്പി അഡീഷണൽ SP തലത്തിലും സ്ഥാനമാറ്റം. P. ബാലകൃഷ്ണൻ നായരാണ് പുതിയ കാസർഗോഡ് ജില്ലാ അഡീഷണൽ SP. കാസർഗോഡ് ഡിവൈഎസ്പിയായി BK സുനിൽകുമാറിനെയും നിയമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അന്യ ജില്ലകളിലേക്ക് മാറ്റി നിയമിക്കപ്പെട്ട SIമാരെയും ഇൻസ്പെക്ടർമാരെയും കാസർഗോട്ടേക്ക് നിയമിച്ചതിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ DYSP അഡീഷണൽ SP തലത്തിലും സ്ഥാനമാറ്റം. കാസർഗോഡ് ജില്ലാ അഡീഷണൽ SP-ആയി P. ബാലകൃഷ്ണൻ നായരെ നിയമിച്ചു. പാലക്കുന്ന് സ്വദേശിയാണ് ബാലകൃഷ്ണൻ നായർ. കാസർഗോഡ്, ഹൊസ്ദുർഗ് എന്നിവിടങ്ങളിൽ DYSP-ആയി നേരത്തെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കാസർഗോഡ് DYSP-ആയി BK സുനിൽകുമാറിനെയും നിയമിച്ചു. ബേക്കൽ DYSP-ആയി VV മനോജിനെയും ഹൊസ്ദുർഗ് DYSP-ആയി ബാബു പെരിങ്ങോത്തിനെയും നിയമിച്ചു. കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-ആയി M. സുനിൽകുമാറിനെയും ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP-ആയി T. ഉത്തംദാസിനെയും SMS DYSP-ആയി K. പ്രേംസദനെയും നിയമിച്ചു. കാസർഗോഡ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് DYSP-ആയി മധുസൂദനൻ നായരെയും മാറ്റി നിയമിച്ചു. കാസർഗോഡ് കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവിയായി പ്രജീഷ് തോട്ടത്തിനെയും നിയമിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർകോട്ടെ ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസം. ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടുമെന്ന് റെയിൽവേയുടെ ഉറപ്പ്. മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതം ചർച്ച ചെയ്യാൻ മന്ത്രി V. അബ്ദുറഹ്മാൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് റെയിൽവേ ഈ ഉറപ്പ് നൽകിയത്. ഷൊർണൂർ കണ്ണൂർ ഷൊർണൂർ അൺറിസർവ്ഡ് എക്സ്പ്രസ് കാസർഗോട്ട് വരെ നീട്ടുന്ന കാര്യം പരിഗണിക്കുമെന്ന് റെയിൽവേയുടെ ഉറപ്പ്. കേരളത്തിൻ്റെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി V. അബ്ദുറഹിമാൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് റെയിൽവേ അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. പരശുരാം എക്സ്പ്രസിന് 2 കോച്ച് അധികമായി അനുവദിക്കുമെന്നും വന്ദേ ഭാരതിന് വേണ്ടി മറ്റ് വണ്ടികൾ മണിക്കൂറുകൾ പിടിച്ചിടുന്നത് ഒഴിവാക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചു. ഷൊർണൂർ കണ്ണൂർ പുതിയ വണ്ടി കാസർഗോഡ് വരെ നീട്ടണമെന്ന ആവശ്യം ശക്തമായിരുന്നു. പുതിയ വണ്ടി കാസർഗോട്ടേക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അടക്കമുള്ളവർ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ എക്സ്പ്രസ്സായി ഓടുന്ന ഷൊർണൂർ കണ്ണൂർ വണ്ടി 176 കിലോമീറ്റർ മാത്രമാണ് ഓടുന്നത്. 11 സ്റ്റോപ്പുകളിൽ നിർത്തുന്നു. കണ്ണൂരിൽ നിന്നും കാസർഗോട്ടേക്ക് 86 കിലോമീറ്ററാണുള്ളത്. ആകെ 262 കിലോമീറ്ററുള്ള ഷൊർണൂർ കാസർഗോഡ് റൂട്ടിൽ ആ സമയം ഒരു യാത്രാവണ്ടിയും കടന്നു പോകുന്നില്ല. ഈ സാഹചര്യത്തിൽ ട്രെയിൻ കാസർഗോഡ് വരെ നീട്ടുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ മന്ത്രി അബ്ദുറഹിമാൻ്റെ ചേംബറിൽ നടന്ന യോഗത്തിൽ സതേൺ റെയിൽവേ പ്രതിനിധികളും തിരുവനന്തപുരം ഡിവിഷണൽ മാനേജരും പാലക്കാട് അഡീഷണൽ ഡിവിഷണൽ മാനേജരും അടക്കമുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വടക്കൻ മലബാറിൽ കൂടുതൽ മെമു സർവീസുകൾ ആരംഭിക്കുക, ട്രെയിനുകളിൽ കൂടുതൽ ജനറൽ കോച്ചുകൾ അനുവദിക്കുക, കോവിഡ് കാലത്ത് വെട്ടിച്ചുരുക്കിയ റെയിൽവേ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ സംസ്ഥാനം റെയിൽവേയോട് ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെൻഷൻ നിഷേധിക്കുന്നതായുള്ള ആരോപണവുമായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ M. രമ രംഗത്ത്. മാർച്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ച രമയ്ക്ക് ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. ഹൈക്കോടതി വിധിയുണ്ടായിട്ടും രാഷ്ട്രീയ ഇടപെടൽ കാരണമാണ് പെൻഷൻ നിഷേധിക്കുന്നതെന്നും കോളേജിൽ ഇപ്പോഴും ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും രമ ആരോപിച്ചു. SFIക്കെതിരെ വിമർശനമുന്നയിച്ച കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ M. രമയ്ക്ക് പെൻഷൻ നിഷേധിക്കുന്നതായി പരാതി. മാർച്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ലെന്നും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായിട്ടും സർക്കാർ മനഃപൂർവ്വം പെൻഷൻ നിഷേധിക്കുകയാണെന്നാണ് രമയുടെ പരാതി. സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ടു മുൻപ് 2 വർഷം മുൻപ് നൽകിയ പരാതിയിൽ രമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഈ നടപടി പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയാനാണെന്ന് അന്നുതന്നെ ആരോപണമുയർന്നിരുന്നു. പലതവണ അപേക്ഷ നൽകിയെങ്കിലും ഫയൽ പഠിക്കണമെന്ന് കാണിച്ച് പരിഗണിക്കാതിരിക്കുകയാണെന്നും നീതി നിഷേധമാണ് നടക്കുന്നതെന്നും രമ പറയുന്നു. പലപ്പോഴും പലതരത്തിലുള്ള തട്ടിപ്പുകൾ കാസർഗോഡ് കോളേജുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നും അധ്യാപകർക്ക് പകരം റിസർച്ച് സ്കോളേഴ്സാണ് ക്ലാസ് എടുക്കുന്നതെന്നും ആരോപിച്ച മുൻ പ്രിൻസിപ്പൽ തനിക്കെതിരെ നടക്കുന്ന നീതി നിഷേധത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദ്യാനഗർ മുതൽ 4-ാം മൈൽ വരെയുള്ള റോഡരികിലെ വ്യാപാരികൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടറിയുന്നതിനായി ഉദ്യോഗസ്ഥ സംഘം നേരിട്ടെത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നായന്മാർമൂല യൂണിറ്റ് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരെത്തിയത്.
ദേശീയപാത നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കവേ വിദ്യാനഗർ മുതൽ 4 മൈൽ വരെയുള്ള റോഡരികിലെ വ്യാപാരികൾ വിവിധ പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. സർവീസ് റോഡ് വേർതിരിച്ച് സ്ഥാപിക്കുന്ന കോൺക്രീറ്റ് ഭിത്തിയാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം. വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് ഉപഭോക്താക്കൾക്ക് എത്തുവാനോ ലോഡ് ഇറക്കുവാനോ സാധിക്കാത്ത അവസ്ഥയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നായന്മാർമൂല യൂണിറ്റ് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരെത്തിയത്. ADM ശ്രുതി KV, സീനിയർ ക്ലർക്ക് ഷാഹുൽ, LANH സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ സുനിൽ മാത്യു, ഹൈവേ ഉദ്യോഗസ്ഥർ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. വിദ്യാനഗർ, BC റോഡ്, നായന്മാർമൂല, സന്തോഷ് നഗർ, 4 മൈൽ എന്നീ പ്രദേശങ്ങളിലെ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥർക്ക് ഫോട്ടോ, വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തു. ഓൾറെഡി 30ഓളം വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള വ്യാപാരികളുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രിപ്പറേഷൻ എടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഇനിയും കാര്യങ്ങൾ പൂട്ടിക്കൊണ്ട് പോവാണ്. ഇന്ന് ഒരു റിപ്പോർട്ട് വന്നു, നമ്മുടെ അടുത്തുള്ള ഏറ്റവും വലിയ സ്ഥാപനം പൂട്ടാൻ പോവാണ്, കച്ചവടമില്ലാത്ത പേര്. അതിപ്പോൾ ഐവന്റിന്റെ കാരണം പറയാൻ പറ്റില്ല. സാഹചര്യം അങ്ങനെയല്ല മാം, എല്ലാവരും ജീവിക്കണ്ടേ, നമ്മുടെ കാര്യങ്ങൾ കൊണ്ടാണല്ലോ മൊത്തം പോകുന്നത്. ഒരു കാര്യം പറഞ്ഞുതരാം, ഇതിപ്പോ നമ്മൾ തലപ്പാടിയിൽ നിന്ന് തുടങ്ങിയിട്ട് ചെങ്ങല വരെ ചെയ്യുന്നുണ്ട്. ഇതേ പ്രൊസീജറും പ്രോസസ്സും തന്നെയാണ് തിരുവനന്തപുരം വരെയുള്ള ഈ റോഡിന്റെ ഒരേ ഡിസൈനാണ് വരാൻ പോകുന്നത്. സെയിം ഡിസൈനാണ് വരുന്നത്. നമുക്കറിയാം സാറേ, അപ്പൊ നമുക്ക് ഇതൊന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കണമല്ലോ, നമ്മുടെ വിഷമങ്ങൾ പറയാനല്ല. ഈ വരുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങളാണ് ഇപ്പോൾ സംസാരിക്കുന്നുള്ളത്. ഞങ്ങളുടെ ആവശ്യം ഇങ്ങനെയാണ്, കുറച്ചുകൂടി നമുക്ക് സഹകരിച്ച് കാര്യങ്ങൾ മാറ്റി ഈ അലൈൻമെന്റ് മാറ്റി തരാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് കുറച്ച് ഇതാക്കി തരാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വെച്ച് പോകാൻ പറ്റും. അല്ലെങ്കിൽ സർക്കാർ തീരുമാനമാണ്, ഇത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ ആ രീതിയിൽ ഓർഡർ പോലെ നായന്മാർമൂല യൂണിറ്റ് പ്രസിഡന്റ് ഇബ്രാഹിം പടിഞ്ഞാർമൂലയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുകയും ജനറൽ സെക്രട്ടറി ബദറുദ്ദീൻ പ്ലാനറ്റ്, ട്രഷറർ മുഹമ്മദ് കപ്പാട്ട് എന്നിവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും നായന്മാർമൂല യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളും ചെർക്കള യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രദേശവാസികളും ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാമെന്ന് ADM-ഉം തഹസിൽദാരും വ്യാപാരികൾക്ക് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കാളാമൂലയിൽ മഹാശിലാ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ 8 ചെങ്കല്ലറകൾ കണ്ടെത്തി. ഇതോടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ടെത്തിയ മഹാശിലാ സ്മാരകങ്ങളിൽ ചെങ്കല്ലറകളുടെ എണ്ണം 100 കടന്നു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ പരപ്പ വില്ലേജിലെ കാളാമൂലയിൽ 2000 വർഷത്തോളം പഴക്കം വരുന്ന മഹാശിലാ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ ചെങ്കല്ലറകൾ കണ്ടെത്തി. വിസ്മയിപ്പിക്കുന്ന വലുപ്പത്തിലുള്ള ഒരു ചെങ്കല്ലറയും കൂടാതെ 7 ചെങ്കല്ലറകളുമാണ് കണ്ടെത്തിയത്. പ്രാദേശിക പുരാവസ്തു നിരീക്ഷകനായ സതീശൻ കാളിയാനം, പ്രദേശവാസികളായ വി രാഘവൻ, പി സുമിത് കുമാർ, ഷിനു കൂടോൽ, VK സാഗർ, പി പ്രമോദ് എന്നിവരുടെ സഹായത്തോടെ നടത്തിയ ഭൂതല നിരീക്ഷണത്തിലാണ് പുരാതന ഗുഹകൾ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കണ്ടെത്തിയത്. ഗുഹകളുടെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയ സതീശൻ കാളിയാനം അറിയിച്ചതിനനുസരിച്ച് കാളാമൂല സന്ദർശിച്ച ചരിത്ര ഗവേഷകനും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് ഇവ മഹാശിലാ കാലഘട്ടത്തിലെ ചെങ്കല്ലറകളാണെന്ന് സ്ഥിരീകരിച്ചു. സാധാരണ കാണുന്ന വ്യത്യസ്തമായിട്ട് വളരെ അധികം വിസ്താരമുള്ളൊരു ചെങ്കല്ലറയാണ് ഈ കാളാമൂലയിൽ ഉള്ള ഒന്നാമത്തെ ചെങ്കല്ലറ. അപ്പോൾ ഇതിലൂടെ ഈ ഒരു പ്രദേശം പ്രാചീനകാലത്ത് നിരവധി ആൾക്കാർ താമസിക്കുന്നൊരു പ്രദേശമായിരുന്നെന്ന് കരുതാൻ വേണ്ടി സാധിക്കും. അതിലുപരിയായിട്ട് ഈ ഇവിടുത്തെ ഒരു ഞങ്ങളുടെ പ്രത്യേകതയാണ്, ഞങ്ങളുടെ മുകളിലായിട്ട് കൽക്കുഴികൾ കാണപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ വലിയ മരങ്ങളും മറ്റും ഇട്ടിട്ട് അതിന് മുകളിൽ കർമ്മങ്ങൾ ചെയ്യാനോ മറ്റോ ആയിരിക്കാം അവർ കൽക്കുഴികൾ ഇതിന് മുകളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. വൃത്താകൃതിയുള്ള കൽക്കുഴികൾ ഇവിടുത്തെ എല്ലാ ചെങ്കലറുടെ ഒരു പ്രത്യേകതയാണ്. ഒരു പ്രത്യേകതയായിട്ട് കാണാൻ പറ്റുക, ഇവിടെ ചെങ്കലറകൾക്ക് മുകളിൽ അടപ്പ് കാണപ്പെടുന്നില്ല. ബാക്കി എല്ലാ ചെങ്കലറകൾക്കും അടപ്പ് കാണുമ്പോൾ ഈ കാളാമൂലയിലുള്ള ചെങ്കലറയുടെ മുകൾ ഭാഗത്തുള്ള ദ്വാരവും അടപ്പും നമുക്കിവിടെ ദൃശ്യമാകുന്നില്ല. 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് 8 ചെങ്കല്ലറകൾ കണ്ടെത്തിയത് എന്നത് കാളാമൂല മഹാശിലാ സംസ്കാര കാലഘട്ടത്തിന്റെ പ്രധാന അധിവാസ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുപ്പം കൂടിയതാണ് CV ദാമോദരന്റെ പറമ്പിൽ നിന്ന് കണ്ടെത്തിയത്. സാധാരണയായി മഹാശിലാ കാലഘട്ടത്തിലെ ചെങ്കല്ലറകൾക്ക് മുകളിൽ മധ്യഭാഗത്തായി കാണാറുള്ള ദ്വാരവും കല്ലുകൊണ്ടുള്ള അടപ്പും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വിസ്മയകരമായ ഈ ചരിത്രശേഷിപ്പ് ശ്രദ്ധിക്കപ്പെടാതെ പോയത്. ഇതേ ചെങ്കല്ലറയുടെ മുകൾ ഭാഗത്ത് അരികുകളിൽ വൃത്താകൃതിയിൽ 14 കാൽക്കുഴികൾ ഉണ്ടെന്നത് ഈ ഒരു ചെങ്കല്ലറയ്ക്ക് മറ്റു ചെങ്കല്ലറയേക്കാൾ പ്രാധാന്യമുണ്ടെന്നതിന് തെളിവാണ്.
മഹാശിലാ കാലഘട്ടത്തിലെ സംസ്കാരത്തിന്റെ ഭാഗമായി വലിയ മരത്തടികൾ കാൽക്കുഴിയിൽ ഇറക്കി വെച്ച് മേൽക്കൂരയുണ്ടാക്കി അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നോ എന്നത് പുരാവസ്തു വിദഗ്ധർ പഠനവിധേയമാക്കേണ്ടതാണ്. കുടിലുകൾ നിർമ്മിക്കാനുണ്ടാക്കിയതെന്ന് കരുതാവുന്ന വൃത്താകൃതിയിൽ 20 ചതുരശ്ര അടി വിസ്തൃതിയിൽ 10-ലധികം കാൽക്കുഴികൾ വീതം സമീപത്ത് 15 ഇടങ്ങളിലായി ദൃശ്യമാണ്. കാളാമൂലയിലെ കണ്ടെത്തലോടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ടെത്തിയ മഹാശിലാ സ്മാരകങ്ങളിൽ ചെങ്കല്ലറകളുടെ എണ്ണം 100 കടന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ നടന വിസ്മയമൊരുക്കി ഗോട്ടിപ്പ നർത്തകർ. സ്പിഗ്മ കെ കാസർഗോഡ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പരമ്പരാഗത ഒഡീഷ നൃത്തരൂപമായ ഗോട്ടിപ്പ അരങ്ങിലെത്തിയത്. ഭുവനേശ്വർ നക്ഷത്ര കലാകേന്ദ്രയുടെ നേതൃത്വത്തിലായിരുന്നു നൃത്താവതരണം. സ്പിഗ്മ കെ കാസർഗോഡ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ പരമ്പരാഗത ഒഡീഷ നൃത്തരൂപമായ ഗോഡിപ്പ അരങ്ങിലെത്തിച്ചു. ഭുവനേശ്വർ നക്ഷത്ര കലാകേന്ദ്രയുടെ നേതൃത്വത്തിലാണ് നൃത്തം അവതരിപ്പിച്ചത്. ആൺകുട്ടികളാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത് എന്നതാണ് ഈ നൃത്തരൂപത്തിന്റെ പ്രത്യേകത. നർത്തകർ തന്നെയാണ് ഈ നൃത്തരൂപത്തിന് പാട്ട് ആലപിക്കുന്നത് എന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന അത്ഭുതകരമായ പ്രകടനമാണ് നർത്തകർ കാഴ്ചവെച്ചത്. ചിന്മയ മിഷൻ കേരള തലവൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി, ബ്രഹ്മചാരിണി ദിശ ചൈതന്യ, വിദ്യാലയ പ്രിൻസിപ്പൽ സുനിൽകുമാർ KC, വൈസ് പ്രിൻസിപ്പൽ പ്രശാന്ത് B, പ്രധാനാധ്യാപികമാരായ പൂർണിമ SR, സ്പിഗ്മ കെ കോർഡിനേറ്റർ ഉണ്ണിവാര്യർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ വിസ്മയ പ്രകടനത്തിന് സാക്ഷികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം NSS വോളണ്ടിയർമാർ തുടർച്ചയായി 13 വർഷവും പാടത്ത് ഞാറ് നട്ടു. ഇരിയണ്ണി പയം പ്രദേശത്തെ രാധാകൃഷ്ണന്റെ 1 ഏക്കർ സ്ഥലത്ത് നടീലുത്സവം വിത്തിനങ്ങളുടെ കാവൽക്കാരനായ പത്മശ്രീ സത്യനാരായണൻ ബെളേരി ഞാറ് നട്ട് ഉദ്ഘാടനം ചെയ്തു. ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം NSS വോളണ്ടിയർമാർ തുടർച്ചയായി 13ാം വർഷവും പാടത്ത് ഞാറ് നട്ടു. ഇരിയണ്ണി പയം പ്രദേശത്തെ രാധാകൃഷ്ണന്റെ 1 ഏക്കർ സ്ഥലത്ത് നടീലുത്സവം വിത്തിനങ്ങളുടെ കാവൽക്കാരനായ പത്മശ്രീ സത്യനാരായണൻ ബെളേരി ഞാറ് നട്ട് ഉദ്ഘാടനം ചെയ്തു. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി PV, BK നാരായണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. NSSന്റെ സ്നേഹോപഹാരം PV മിനി സത്യനാരായണ ബെളേരിക്ക് നൽകി. 10 തരം നെൽവിത്തുകളുടെ ഞാറ് വിത്ത് ശേഖരണത്തിനായി സത്യനാരായണൻ ബെളേരി സ്കൂളിന് നൽകി. PTA പ്രസിഡന്റ് BM പ്രദീപ് അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ സജീവൻ മടപ്പറമ്പത്ത് സ്വാഗതവും വളണ്ടിയർ ലീഡർ മാനസ K നന്ദിയും പറഞ്ഞു. TK കൃഷ്ണൻ, അനിമ അനിൽ, ദിനേശൻ K, സുഷിത, പ്രീത PV, കീർത്തി വിജയൻ, ദാമോദരൻ P എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഈ വർഷം ഉമ, അറ്റ്ലസ് എന്നീ വിത്തുകളാണ് ഞാറിനായി എടുത്തത്. ജൈവ നെൽകൃഷിയിലൂടെ ലഭിക്കുന്ന നെല്ല് അരിയാക്കി മുളിയാർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് സംഗമത്തിൽ പുത്തിരി സദ്യയ്ക്കും സപ്തദിന ക്യാമ്പിലേക്കുമായി ഉപയോഗിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഉദ്യാവരം ഗവൺമെന്റ് പ്രൈമറി സ്കൂളിന്റെ ചുറ്റുമതിൽ ഏത് സമയത്തും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിൽ. ഇതേ തുടർന്ന് വിദ്യാർത്ഥികളടക്കമുള്ളവർ കടുത്ത ഭീതിയിലാണ്. അടിയന്തരമായി സുരക്ഷാ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. മഞ്ചേശ്വരം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള മഞ്ചേശ്വരം ഉദ്യാവരം ഗവൺമെന്റ് പ്രൈമറി സ്കൂളിന്റെ ചുറ്റുമതിൽ ഏത് സമയത്തും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണുള്ളത്. ചുറ്റുമതിൽ ശിഥിലാവസ്ഥയിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രതിദിനം കുട്ടികൾ നടന്നു പോകുന്നത് ഈ മതിലിന് സമീപത്ത് കൂടിയാണ്. കൂടാതെ ഈ പ്രദേശം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന സ്ഥലവുമാണ്. ശക്തമായ മഴ തുടരുന്നത് മതിൽ തകർന്നു വീഴുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സാമൂഹ്യ പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും പ്രശ്നത്തെക്കുറിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിവേഗം പരിഹാരം കാണണമെന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നത്തെ അവഗണിച്ചാൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുകയെന്ന് സ്ഥലം സന്ദർശിച്ച സാമൂഹ്യ പ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ ഇബ്രാഹിം കുന്തൂർ പറഞ്ഞു. ഈ മഴക്കാലമാണ്, ഇതിപ്പോൾ കംപ്ലീറ്റ് കമ്പൗണ്ട് ചെരിഞ്ഞുണ്ട്. സ്കൂൾ കുട്ടികൾ മാത്രമല്ല, ഇവിടെ നടന്നു പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും കാണുന്ന വിഷയമായിട്ടിരിക്കുന്നത്. ഇതിന് ഉടനടിയായിട്ട് അടിയന്തരമായ നടപടി ഈ കമ്പൗണ്ടിൻ്റെ കാര്യത്തിൽ എടുക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും ബുദ്ധിമുട്ടായാലും പിന്നെ ഖേദിച്ചിട്ട് പ്രയോജനമില്ലാന്ന് ആണ് കാണുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന മതിൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ പോലെ തന്നെ പരിസരവാസികളും കടുത്ത ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് സുരക്ഷാ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് റോട്ടറി ക്ലബ് വീടുകൾക്ക് ധനസഹായം നൽകും.
ജൂലൈ 1 മുതൽ ആരംഭിച്ച അടുത്ത റോട്ടറി വർഷത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് 3 വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ കാസർഗോഡ് നഗരസഭയുമായി സഹകരിച്ചുകൊണ്ട് കോളനികളിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമെന്നും സ്കൂൾ കുട്ടികളുടെ നേത്ര ദന്ത ആരോഗ്യ പരിപാലനത്തിനുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അവർക്ക് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്യുമെന്നും റോട്ടറി ഭാരവാഹികൾ അറിയിച്ചു. പെൺകുട്ടികൾക്കായി പ്രത്യേക ആരോഗ്യ പരിപാലന ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. ആരോഗ്യരംഗത്ത് പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് കിഡ്നി കെയർ പദ്ധതിയും നടപ്പിലാക്കും. കൂടാതെ മറ്റ് വിവിധ പദ്ധതികളും നടപ്പിലാക്കും. 9 വൈകുന്നേരം റോട്ടറി ഭവനിൽ നേതൃമാറ്റ ചടങ്ങ് നടക്കുമെന്നും IMA സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ബെനവൻ മുഖ്യാതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അതിൽ ഡിസ്ട്രിക്ട് പ്രോജക്ട്സ് മെയിനായിട്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ റോട്ടറിയും ഒരു സ്വപ്ന ഭവനം പ്രോജക്റ്റാണ്. അത് അവർ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻകാർ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ലക്ഷം രൂപ അവർ നമുക്ക് റോട്ടറി തരുന്നതാണ്. അപ്പോൾ അത് കാസർഗോഡ് ക്ലബിലേക്ക് നമുക്ക് 3 വീടുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാങ്ഷൻ കിട്ടും. അതിൽ അവർ ആവശ്യപ്പെടുന്നത് 5 സെൻറ്റ് സ്ഥലത്തിന് താഴെ സ്ഥലമുള്ള ഏറ്റവും ദരിദ്രരായിട്ടുള്ള കുടുംബത്തിനാണ് ഈ 3 ലക്ഷം 3 ഗഡുക്കളായിട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആദ്യ ഗഡു എന്ന് വെച്ചാൽ ഒരു ലിൻറ്റൽ ലെവലിൽ വരെ കെട്ടിക്കഴിഞ്ഞാൽ ആദ്യ ഗഡു കിട്ടുള്ളൂ. അതിൻ്റെ ശേഷം ഫിനിഷിംഗ് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഗഡു കിട്ടുക. കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ ബി നാരായണ നായിക്, കെ ഹരിപ്രസാദ്, MK രാധാകൃഷ്ണൻ, MT ദിനേശ്, R പ്രശാന്ത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ VKP ഖാലിദ് ഹാജിയുടെ ഓർമ്മയ്ക്കായി നൽകുന്ന വിദ്യാഭ്യാസ അവാർഡ് തൃക്കരിപ്പൂർ ഭാഗഫി തങ്ങൾ സ്മാരക സൗധത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്യും. 4 പതിറ്റാണ്ടായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയായി മാറിയ KMCC കമ്മിറ്റികളുടെ ഉത്ഭവസ്ഥലമായ കുവൈറ്റിൽ 2018 രൂപീകൃതമായ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നാട്ടിലും കുവൈറ്റിലുമായി നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. CH സെന്ററുകൾക്കുള്ള ധനസഹായം എത്തിക്കുന്നതിലും നിർധനരായ യുവതികൾക്കുള്ള വിവാഹത്തിനുള്ള സഹായങ്ങളും നിർധനർക്ക് ചികിത്സാ സഹായ വിതരണം എന്നിവയ്ക്കൊപ്പം രോഗികൾക്ക് വേണ്ടിയുള്ള വീൽചെയർ, വോക്കർ, വാട്ടർ ബെഡ് പോലുള്ള ഉപകരണങ്ങളുടെ വിതരണവും നടത്തിവരുന്ന ചില കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമാണ്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മുമ്പത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച VKP ഖാലിദ് ഹാജിയുടെ ഓർമ്മയ്ക്കായാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തുന്നത്. ജൂലൈ 6 രാവിലെ 10:30 തൃക്കരിപ്പൂർ ഭാഗഫി തങ്ങൾ സ്മാരക സൗധത്തിൽ നടക്കുന്ന ഇൻസ്പയർ 2024 പരിപാടിയിൽ KMCC പ്രവർത്തകരുടെ മക്കളിൽ നിന്നും SSLC, +2 പരീക്ഷകളിലെ വിജയികൾക്ക് അവാർഡ് വിതരണത്തോടൊപ്പം കരിയർ ഗൈഡൻസ് ക്ലാസും നടക്കും. പ്രമുഖ പരിശീലകൻ ഹക്കീം മാടക്കാൽ ക്ലാസ് എടുക്കും. കുവൈറ്റ് KMCC നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വർഷാരംഭത്തിൽ തന്നെ മണ്ഡലത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയിലും വിവിധ പഞ്ചായത്തുകളിലുമുള്ള അങ്കണവാടിയിലെ ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് പഠന കിറ്റ് വിതരണവും വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. PPC അബ്ദുൽ ഹക്കീം അൽ അഹ്സനി, PKC റൌഫ് ഹാജി, P അമീർ കമ്മാടം, P മുഹമ്മദ്, NKP മുഹമ്മദ് കുഞ്ഞി, PKC അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യമുയർത്തി SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. SFI ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക വിദ്യാഭ്യാസ ബന്ദ് ജില്ലയിലും പൂർണ്ണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്ന ആവശ്യമുയർത്തിയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി സമരം നടത്തിയത്. നീറ്റ്, നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം. ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് SFI മാർച്ച് നടത്തി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി.
സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിപിൻ രാജ് പായം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ പരീക്ഷക്കകത്ത് യോഗ്യത നേടാൻ വേണ്ടി തന്റെ ഇഷ്ടപ്രകാരമുള്ള അല്ലെങ്കിൽ വീടിനകത്തുള്ള ആഘോഷങ്ങൾ, യാത്രകൾ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പഠനത്തിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോവുകയും അങ്ങനെ ഒരു വർഷത്തെ പഠനത്തിന് ശേഷം ഇതിന്റെ അകത്തുള്ള പരീക്ഷ എഴുതുകയും അവസാന റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ വന്നത് പരീക്ഷ റദ്ദു ചെയ്യുന്ന രീതിയിലേക്ക് വരിക. എന്താ കാരണം? ഋഷിത സി പവിത്രൻ അധ്യക്ഷത വഹിച്ചു. കെ പ്രണവ് സ്വാഗതം പറഞ്ഞു. അലൻ ജോർജ്, ശ്രീഹരി കാറടുക്ക തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഹിന്ദു സമൂഹത്തെ ഒന്നാകെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതുമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദുവിരുദ്ധ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ റാലിയും യോഗവും നടത്തി. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയെക്കാളും അല്ലെങ്കിൽ 243 സീറ്റ് കിട്ടിയ ഭരണകക്ഷിയെക്കാളും ഞാനാണ് കേമൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ഓമനപ്പേരുണ്ട്, പൽപ്പൂന്ന്. ആ പേരൊന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി എന്തിനും ഏതിനും ഹിന്ദു ജനതയെ, ഹിന്ദു സമൂഹത്തെ രാഷ്ട്രീയത്തിലും ലോകസഭയിലും രാജ്യസഭയിലും വലിച്ചിടുകയും അങ്ങനെ ഹിന്ദു സമൂഹത്തെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി, വർഷങ്ങളായി സംസാരിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. തച്ചങ്ങാട് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മോഹനൻ വാഴക്കൂട്, രാജൻ കോയങ്കര, അഡ്വക്കേറ്റ് മണികണ്ഠൻ, സുധാകരൻ കൊള്ളിക്കാട്, അജയ്കുമാർ നെല്ലിക്കാട്ട്, പ്രകാശൻ പറശ്ശിനി, ഈശാന നീലേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ K ദാമോദരൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ K ദാമോദരനെ ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. മലബാർ ഗ്രന്ഥാലയ സംഘം എന്ന പേരിൽ 1937 ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മയ്ക്ക് ഉത്തര കേരളത്തിൽ രൂപം നൽകുന്നതിന് മുൻനിരയിൽ നിന്ന നേതാവായിരുന്നു. പിൽക്കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് കൂടിയായ ദാമോദരൻ. P സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ അധ്യക്ഷനായി. പ്രശസ്ത മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ K ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രന്ഥലോകം മാസിക മുഖ്യപത്രാധിപർ PVK പനയാൽ, ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി T രാജൻ, താലൂക്ക് സെക്രട്ടറി V ചന്ദ്രൻ, PV ദിനേശൻ, HK ദാമോദരൻ, സുനിൽ പട്ടേന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സൗത്ത് ചിത്താരി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ പാരന്റ്സ് മീറ്റും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ഹയാത്തുൽ ഇസ്ലാം മദ്രസ സദർ മുഅല്ലിം M ജുനൈദ് റഹ്മാനി വയനാട് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സൗത്ത് ചിത്താരി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ പാരന്റ്സ് മീറ്റും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ഹയാത്തുൽ ഇസ്ലാം മദ്രസ സദർ മുഅല്ലിം M ജുനൈദ് റഹ്മാനി വയനാട് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ബഷീർ മാട്ടമ്മൽ അധ്യക്ഷത വഹിച്ചു. നിസാർ ഉസ്താദ് ഖിറാത്ത് നടത്തി. ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ ബെസ്റ്റ് ഇന്ത്യ സ്വാഗതം പറഞ്ഞു. ഇക്കഴിഞ്ഞ +2 SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നിന്ന് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു. ജമാഅത്ത് ഭാരവാഹികളായ CP സുബൈർ, അബ്ദുൽ ഖാദർ റിഫായി, നൌഷാദ് മുല്ല, CP കുഞ്ഞാമത്, ബഷീർ ചിത്താരി, ജലീൽ കുന്നമ്മൽ, CH ഹാരിസ് തുടങ്ങിയവർ സംബന്ധിച്ചു. സുൽഫിക്കർ വാഫി ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട്ടെ വിശപ്പുക ശ്വസിച്ച നിലയിൽ 50ഓളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതിയ കോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കാണ് ആരോഗ്യ പ്രശ്നമുണ്ടായത്. മഞ്ചേശ്വരം സന്നഡ്കയിൽ കളിക്കുകയായിരുന്ന 2.5 വയസ്സുകാരന് മേൽ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ കുട്ടിക്ക് ഗുരുതരം. SI ഇൻസ്പെക്ടർ സ്ഥലമാറ്റത്തിന് പിന്നാലെ ജില്ലയിൽ DYSP അഡീഷണൽ SP തലത്തിലും സ്ഥാനമാറ്റം. P ബാലകൃഷ്ണൻ നായരാണ് പുതിയ കാസർഗോഡ് ജില്ലാ അഡീഷണൽ SP. കാസർഗോട്ടെ ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസം. ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടുമെന്ന് റെയിൽവേയുടെ ഉറപ്പ്.
കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ നടന വിസ്മയമൊരുക്കി കോട്ടിപ്പ നർത്തകർ. ഭുവനേശ്വർ നക്ഷത്ര കലാകേന്ദ്രയുടെ നേതൃത്വത്തിലായിരുന്നു നൃത്താവതരണം. ദേശീയപാത നിർമ്മാണം. വിദ്യാനഗർ മുതൽ 4-ാം മൈൽ വരെയുള്ള റോഡരികിലെ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടറിയുന്നതിനായി ഉദ്യോഗസ്ഥ സംഘം നേരിട്ടെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.